ഹെരോദാവിന്റെ പ്രേതം ബാധിച്ച മനുഷ്യർക്ക് ക്രിസ്തുമസ് എന്നത് ഭയത്തിന്റെ നാളുകളാണ്. എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ക്രിസ്തുമസ് ആശംസിക്കുന്നു. ദൈവം മനുഷ്യനായതിനെ ഹെരോദാവ് ഭയപ്പെട്ടെങ്കിൽ ഈ 2025 ഹെരോദാവിന്റെ മനസ്സുള്ളവർ, ഹെരോദാവിന്റെ പ്രേതം ബാധിച്ച മനുഷ്യർക്ക് ക്രിസ്തുമസ് എന്നത് ഭയത്തിന്റെ നാളുകളാണ്. സന്തോഷത്തിന്റെ അവസരങ്ങളിൽ മനുഷ്യർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അതിൽ ഭയം തോന്നുന്നത് ഹെരോദാവിന്റെ പ്രേതമുള്ള മനുഷ്യർക്കാണ്. ദൈവം മനുഷ്യനായതിനെ ആരാണ് ഭയപ്പെടുന്നത്? ദൈവമാകാൻ ശ്രമിക്കുന്നവരാണ്. 2, ദൈവം മനുഷ്യനായതിനെ ആർക്കാണ് ഭയം? ജനം വേണ്ടതുപോലെ തന്നെ ഭയപ്പെടുന്നില്ലെന്ന് തോന്നുമ്പോൾ ജനത്തെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഭരണാധികാരികളാണ്. അതുകൊണ്ട് ഓർക്കുക, ഇതൊരു സന്തോഷത്തിന്റെ രാത്രി മാത്രമല്ല. ഒരു പക്ഷേ ഇനിയുള്ള നാളുകളൊക്കെ ഹെരോദാവിന്റെ പ്രേതം ബാധിച്ച ഭരണാധികാരികളുടെ പലതരത്തിലുള്ള ഭീകരമായ പല നടപടികൾക്കും ഒരു പക്ഷേ നമ്മുടെ നാടുൾപ്പെടെ സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതുകൊണ്ട് ക്രിസ്തുമസിന്റെ ആത്മീയ അർത്ഥം മാത്രമല്ല, അതിന്റെ രാഷ്ട്രീയ പ്രസക്തിയും വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് ദൈവമേ, ഹെരോദാക്കന്മാരിൽ നിന്ന് ഹെരോദാവിനെ പോലെ ദൈവമാകാൻ ശ്രമിക്കുന്ന, ജനത്തെ ഭയപ്പെടുത്തി ഭരിക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾ വർദ്ധിച്ചു വരുമ്പോൾ യേശുവിന്റെ ജനനം നമുക്ക് നൽകുന്ന ഒരു വലിയ പ്രത്യാശയുണ്ട്. ഒരുപക്ഷെ താൽക്കാലികമായി ഇത്തരം ഹെരോദാക്കന്മാർ ജയിച്ചു എന്ന് വരാം. യേശുവിനെ ക്രൂശിച്ചപ്പോൾ യേശുവിന്റെ ക്രൂശിന്റെ മുകളിൽ ഒരു കാര്യം എഴുതി വെച്ചു: യഹൂദന്മാരുടെ രാജാവ്. ഇത് ഹെരോദാവ് മനഃപൂർവ്വം എഴുതി വെച്ചതാണെന്നാ ചരിത്രകാരന്മാർ പറയുന്നത്. കാരണം ഒരിക്കൽ കൊട്ടാരത്തിൽ വിദ്വാൻമാർ അന്വേഷിച്ചു വന്നത് യഹൂദന്മാരുടെ രാജാവ് എവിടെയെന്ന. ദേ കിടക്കുന്നു കുരിശിൽ നിങ്ങൾ രാജാവെന്ന് പറഞ്ഞവൻ. പക്ഷേ ലോകത്തിന്റെ രാജാവിനെ അധികം നാൾ ആർക്കും കല്ലറയിലോ ക്രൂശിലോ തളച്ചിടാനാവില്ല. അവൻ കല്ലറയെ പിളർന്ന് ഇന്നും ചരിത്രത്തിൽ ജീവിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസിന്റെ സന്തോഷം മാത്രമല്ല, ഉയർപ്പിന്റെ പ്രത്യാശയും നമുക്ക് ആവശ്യമാണ്. എന്തിന്? ഹെരോദാക്കന്മാർ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്ത് ക്രിസ്തീയ ജീവിതത്തെ, സാക്ഷ്യ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നതിന് ഉയർപ്പിന്റെ പ്രത്യാശയും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം നമ്മെ ക്രിസ്തുമസിന്റെ സന്തോഷം കൊണ്ടും ഉയർപ്പിന്റെ പ്രത്യാശ കൊണ്ടും നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തന്ന ഈ നല്ല സ്നേഹത്തിനും അവസരത്തിനും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ബിജു അച്ഛനോടുള്ള പ്രത്യേക കടപ്പാട് അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.